السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 273 ആയത്താണ് ചെയ്തത്. ഇന്ന് 274 കാണാം. 275 ജസ്റ്റ് മീനിങ്സ് മാത്രം നോക്കാം. അതിന്റെ തഫ്സീറൊക്കെ നമുക്ക് നാളെ നോക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ഷോർട്ട് ക്ലാസ് ആയിരിക്കും ഇന്ന്. കാരണം 274 നമ്മൾ പുതിയ വിഷയം സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ അത് 275 274 കൂടി നമ്മുടെ സ്വതക്ക കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ റിബ, ഇൻട്രസ്റ്റ്, പലിശയുമായിട്ട് നാളെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഗ്രൂപ്പുകളിൽ കുറച്ച് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ച് ഒന്ന് പറയണം ഇൻഷാ അല്ലാഹ്. കാരണം റെക്കോർഡിംഗ് ആയിട്ടും എല്ലാവരും ഇത് കേൾക്കുമല്ലോ. നമുക്ക് ഇവിടെ ഇൻഫോ സക്സസിന്റെ ഇതല്ലാതെ തഫ്സീർ അല്ലാതെ നടക്കുന്ന ഒരു ക്ലാസ് ആണ് ബൈത്തു സക്കീന. ഓക്കെ, ഫാമിലി സീരീസിന്റെ സെഷനാണ്. അതായത് നമ്മളുടെ വീട്ടിന്റെ അകത്ത് നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ സംസാരങ്ങൾ, നമ്മൾ ഓരോരുത്തരെയും ഡീൽ ചെയ്യുന്ന നമ്മളുടെ കുട്ടികളും ഹസ്ബൻഡ്, അമ്മമാര്, അപ്പമാര്, ആരായിക്കോട്ടെ എല്ലാവരെയും നമ്മൾ ഡീൽ ചെയ്യേണ്ട രീതികൾ, നമ്മുടെ സംസാരങ്ങൾ. കാരണം നമുക്ക് എപ്പോഴും കംപ്ലൈൻസ് ആണ്. അവര് മാറുന്നില്ല, ഇവര് മാറുന്നില്ല, അവര് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. കുട്ടികളുടെ കാര്യമാണെങ്കിലും അങ്ങനെ. പക്ഷെ പലപ്പോഴും നമ്മളാണ് അവിടെ ഒരുപാട് മാറാനുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഐഫോസി, കാരണം പുതിയ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐഫോസി, അതായത് ഇൻഫോ സക്സസ് യൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഫോസി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, ചെറിയ കുട്ടികൾ, അതായത് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കിഡ്സ്, 11 മുതൽ 18 വരെ കണക്കാക്കിയിരിക്കുന്നത് ടീൻസ്, 18ന്റെ മേലെയുള്ള യങ് അഡൽട്സ് എന്ന് പറയുന്നത്. അതായത് അവരൊരു സീരിയസ് ആയിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റഡീസോ അല്ലെങ്കിൽ തഫ്സീറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അവര് അവരുടേതായ ജീവിതത്തിന്റെ ജോലി, പഠനം, കുടുംബം, തിരക്കുകളിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ യങ് അഡൽട്സ് ആണ് കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ 3 സെക്ഷനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഒരു ആപ്പ് വഴി, ഓക്കെ, മൊബൈൽ ആപ്പ് വഴി, ആൻഡ്രോയിഡിലും ഐഫോണിലും ലഭ്യമായിട്ടുള്ള മൊബൈൽ ആപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവര് ഇസ്ലാമികം എന്നുള്ളതിനേക്കാളും അവരുടെ ഓവറോൾ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഐഹികമായിട്ടുള്ളതും കൂടെ. കാരണം ഇന്നത്തെ ജനറേഷൻ നമുക്ക് ഐഹികത്തിൽ നിന്ന്, ഒരു ജനറേഷനും ഐഹികത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പാരിത്രികത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്നത്തെ ജനറേഷൻ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഐഹികമായിട്ടുള്ള ഒരു ലോകത്തിൽ ഹുക്ഡാണ്, അല്ലെ? അപ്പം അവരെ വിദ്യാഭ്യാസം, ആ കാര്യങ്ങളെ എങ്ങനെ അവർക്ക് കുറച്ചും കൂടെ ആഹ്റത്തിലേക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ, കാരണം ഇത് രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നിടത്താണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഐഹികം മാത്രമായി പോകുമ്പോൾ, ദുനിയാവിന് വേണ്ടി മാത്രമായി പോകുമ്പോഴാണ് ആകെ കൂടെ അവർക്ക് ട്രാക്ക് വിട്ടു പോണത്. അപ്പൊ ഐഹികത്തിന് പാരിത്രികത്തിലേക്ക് എങ്ങനെ എത്തിക്കാന്നുള്ള ആ ഒരു നാക്ക് അവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളാണ് ഐഫോസിയിലുള്ളത്. ഐഫോസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്ന ഒരു വലിയൊരു ചിന്തയും അല്ലെങ്കിൽ ഒരു ഡിസ്കഷനുമാണ്, കുട്ടികൾ മാത്രം മാറുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമ്മൾ വീടുകൾ മാറണം, നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പോഴാണ് ആ ചേഞ്ച് ശരിക്കും ഇഫക്റ്റീവ് ആവുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു, എനിക്ക് തോന്നുന്നു മെയ് ജൂൺ ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ബൈത്ത് സക്കീന, സമാധാനമുള്ള വീടുകൾ. ഓക്കെ, അപ്പം ബൈത്ത് സക്കീനയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ നടക്കുന്നുണ്ട്. ഈ തഫ്സീർ ക്ലാസ് പോലെ തന്നെ മെയിൻ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. പിന്നെ നമ്മളെ നൂറ് സുധരി മെയിൻ ഗ്രൂപ്പുകൾ തഫ്സീർ ക്ലാസ്സുകളെ കുറിച്ച് മാത്രം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കി വെച്ചത് കൊണ്ടാണ് ആ ക്ലാസ്സുകളുടെ പോസ്റ്റുകൾ ഇവിടെ ഇടാത്തത്. കാരണം ഇട്ട് കഴിഞ്ഞാൽ പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആവും. നമ്മുടെ മറ്റു ക്ലാസ്സുകളൊന്നും തന്നെ നമ്മളിവിടെ ഇതിനകത്ത് ഇടാറില്ല. കാരണം മിഷ്കാത്തിൽ നടക്കുന്ന ക്ലാസ്സുകളും അല്ലാതെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നടന്ന ഒരു ക്ലാസ്സുകളും നമ്മൾ നൂറ് സുധരി മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറില്ല.
ചില സമയത്ത് അഡ്മിൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോ സക്സസിന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് വെള്ളിയാഴ്ചകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇൻഷാല്ല ആ ലിങ്ക് കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾ കയറുക, അല്ലാത്ത ക്ലാസ്സുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇനി ബൈത്ത് സക്കീനയുടെ കാര്യം പറയുമ്പോൾ ബൈത്ത് സക്കീനയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം വേണമെങ്കിൽ ഇന്നത് ഗ്രൂപ്പിൽ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചും പറഞ്ഞ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു അത്. അപ്പം നൂർസുദരിയിൽ നമ്മൾ നൂർസുദരിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നമ്മളുടെയും നമ്മുടെ സഹോദര ഗ്രൂപ്പുകളുടെയും എക്സ്ട്രാ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഫോ സക്സസിന്റെ കമ്മ്യൂണിറ്റിയിലും ഈവൻ മിഷ്കാത്തിന്റെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല്ലാ. പിന്നെ ബൈത്ത് സക്കീനയുടെ ക്ലാസ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ, അതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പുതിയൊരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ടു അമലിന്റെ ഗ്രൂപ്പ്. അത് ഒരു കോഴ്സോ ക്ലാസ്സോ, കാരണം ആരും എൻ്റെ അടുത്ത് അത് ചോദിക്കണ്ടായി, ഇത് പെയ്ഡ് ക്ലാസ് ആണോ ടീച്ചർ ചെയ്യുന്നത്? അതൊരു ക്ലാസ്സേ അല്ല, അത് കംപ്ലീറ്റ്ലി എന്താ പറയാ ഒരു ആക്ടിവിറ്റി ബേസ്ഡ്. അതായത് നമ്മൾ സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ എന്ന് പറയുന്നത് പഠിച്ചു പോകാനുള്ളതല്ല, ഓതി പോകാനുള്ളതല്ല എന്നല്ലേ. ഖുർആന്റെ ആ ഹക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, ഖുർആന് നമ്മൾ കൊടുക്കുന്ന ഹക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ. അതിനെ നമ്മൾ തദബ്ബുറോടുകൂടി ചിന്തയോടുകൂടി പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കണം. നമ്മൾ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്ത് പാരായണം ചെയ്തത് കൊണ്ട് ഖുർആന് കൊടുക്കുന്ന ഹക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പം അവിടെ നമ്മളുടെ ബ്രെയിന് നമ്മുടെ ഹാർട്ടും ഉള്ള പാരായണങ്ങളാണ് ഖുർആന്റെ തിലാവത്ത് പോലും കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരും അവിടെ എത്തിയ ആളുകളല്ല. അപ്പം അതൊരു എന്താ പറയാ സുബ്ഹാനല്ലാഹ്, നമ്മളെ പഠിച്ചു വന്ന രീതിയോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതോ ഇനി നമ്മളെ ഇബ്ലീസ് കൊണ്ടുപോയ ട്രാക്കോ എന്താണെന്ന് അറിയില്ല, നമ്മളെല്ലാവരും ആ ഒരു എന്താ പറയാ തജ്വീദ് തിലാവ ഹിഫ്ളില് പാരായണം നിർത്തുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് തദബ്ബുർ എന്ന് പറയുന്ന ഒരു ലോകം അല്ലെങ്കിൽ ഒരു ചിന്ത പോലും ഒരു പക്ഷെ നമുക്ക് വരാറില്ല. ഇപ്പം നമസ്കാരങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് അർത്ഥത്തോടു കൂടി പാരായണം ചെയ്യാന്നുള്ളതാണ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് അല്ലെ. അത് ചിന്തിച്ചുകൊണ്ട് ഓരോ ആയത്തിനകത്തും എന്തുണ്ടെന്ന് അള്ളാഹു നമ്മളെ അടുത്ത് സംസാരിക്കുകയാണെന്നും അതിന് മറുപടിയായിട്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് സംസാരിക്കുകയാണെന്നും ഒന്നും നമുക്ക് തോന്നാറ് പോലുമില്ല. കാരണം പല കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതീക്ഷകൾ തരുമ്പം, സന്തോഷങ്ങൾ തരുമ്പോൾ നമുക്ക് അള്ളാഹ്ക്ക് ഹംദ് പറയാനും ശുക്ർ ചെയ്യാനും ഒക്കെ അല്ലെ. നമ്മൾ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരാൾ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ ജസാക്കല്ലാഹ് ഖൈർ, നിങ്ങൾ അത് തന്നിട്ടാണ് അല്ലെ, നിങ്ങൾ അത് ചെയ്തിട്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായി അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അള്ളാഹ് എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്നെ രക്ഷിക്കണം അല്ലെ. ആ ഒരു രീതിയിലാണ് നമ്മൾ മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കുക. അള്ളാഹുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊരു വൺ വേ ട്രാക്ക് ആണ് അല്ലെ. ഇടയ്ക്ക് ചില സമയത്തൊക്കെ നമ്മൾ ഓതാൻ ഉദ്ദേശിച്ച സൂറത്ത് അല്ല ഓതിയതെങ്കിൽ ചിലപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് സുബഹയ്ക്ക് മുമ്പ് അല്ലെ, നമുക്ക് സുന്നത്തായ 2 സൂറത്തുകളുണ്ട്, ആണ് ഓതേണ്ടത്. പക്ഷെ നമ്മൾ കൈകെട്ടി എന്തോ ബോധത്തിൽ വേറെ സൂറത്ത് ഓതിപ്പോയിരുന്നു. അപ്പൊ പകുതി എത്തുമ്പോൾ നമുക്ക് ബോധം വന്ന് നമ്മൾ അവിടെ വെച്ച് മുറിച്ചിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്തു. അത് ശരിക്കും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് സംസാരിക്കുന്ന ഒരു ഒക്കേഷനാണ് ഖുർആനിൽ അല്ലെ. ഖിയാമില് നമ്മൾ കൈകെട്ടി നിന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലെ നമ്മൾ വേറൊരു മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം പകുതി വെച്ച് നിർത്തിയിട്ട് പെട്ടെന്ന് നമ്മൾ ടോപ്പിക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ആൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും, നമ്മളുടെ ആബ്സെന്റ് മൈൻഡഡ്നെസ് എത്രയായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇത് അള്ളാന്റെ അടുത്താണെന്ന് പലപ്പോഴും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമസ്കാരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് മറന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ നമസ്കാരങ്ങളിലുള്ള കിറാത്തുകളും അല്ലാത്ത കിറാത്തുകളും നമ്മൾ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ തന്നെ വേണം. ഓക്കെ, അപ്പം അതിന് തദബ്ബുറോട് കൂടി പാരായണം ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന മാജിക് ഒന്നും അല്ല തദബ്ബുർ. അതിന് നമ്മൾ ശരിക്കും ബോധപൂർവം എഫേർട്ട് ഇടണം. ഓക്കെ, ശരിക്കും എഫേർട്ട് ഇടണം, നല്ലപോലെ പുഷ് ചെയ്യണം. പ്രയാസമായിരിക്കും, ആദ്യം അതെന്താന്ന് മനസ്സിലാക്കണം, അതിന്റെ ബേസിക്സ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തപ്പം ഒരു 5, 6, 7 ക്ലാസ്സുകൾ എങ്ങാനും ഉള്ള ഒരു പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലേലിസ്റ്റ് അതിനകത്ത് ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് മാത്രമുള്ളത് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് എടുത്തപ്പോൾ കേട്ട ആൾക്കാരും റെക്കോർഡിംഗ് കേട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, അവരൊന്നും പിന്നെയും കേൾക്കണ്ട. പക്ഷെ തീരെ കേൾക്കാത്തവര് അത് കേൾക്കാതെ ഇതിനകത്തേക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഒരു കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരു അവസ്ഥയായിപ്പോ. അപ്പം തദബ്ബുർ എന്താണ്, ഇൽമിനെ അമലിലേക്ക് കൊണ്ടുവരൽ എങ്ങനെയാണ്, അതിനകത്ത് ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് വരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ പ്രയാസങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് പല അവസരങ്ങളിലായിട്ട് എടുത്തു വെച്ച ക്ലാസ്സുകളാണ് ആ ഒരു 7
റെക്കോർഡിങ്ങിലുള്ളത്, ആ പ്ലേലിസ്റ്റിലെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. കാരണം ഓരോ ഒക്കേഷനിൽ എടുത്തത് കൊണ്ട് ആ സാഹചര്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളും കൂടെ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം തദബ്ബറോട് കൂടി പാരായണം പ്ലസ് അമലാക്കി മാറ്റാം. അമലാക്കി മാറ്റലും ഇതേപോലെ നമ്മളെല്ലാവരും അമലാക്കി മാറ്റണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. നമ്മൾ പല ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും അല്ലെ, ചിലപ്പോൾ പാത്രം കഴുകുമ്പോഴായിരിക്കും കേൾക്കുന്നത്, അടിച്ചു വരുമ്പോഴായിരിക്കും കേൾക്കുന്നത്. അപ്പോഴേക്ക് ഈ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വികാരം, തീവ്ര വികാരവും അല്ലെ, തീവ്രമായ തീരുമാനമൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഞാനും നിങ്ങളും എടുക്കും, എന്തായാലും അങ്ങനെ ചെയ്യണം, എന്തായാലും ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ അതിന്റെ പിന്നാലെ നമ്മൾ കേൾക്കുന്ന അടുത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കൾ വന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലായിട്ട് നമ്മൾ ബ്രെയിനിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ആയി പോവാണ്. പിന്നെ നമ്മൾ മനസ്സിൽ അതില്ല. നമ്മൾ ആരും തെറ്റായിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ചെയ്യാഞ്ഞിട്ടേ അല്ല, നമുക്കത് വിട്ടു പോവാണ്. നമ്മൾ അതിനെ എന്താ പറയുക, സീരിയസ് ആക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓവർലോഡാണ് ഇൻഫർമേഷന്റെ അല്ലെ. അതായത് എൽമെന്റ് നമ്മൾ ഓവർലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു എൽമെന്റ് മുകളിൽ ഹുക്ക് ചെയ്തിട്ട് അതിനെ അമലാക്കി മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് പലപ്പോഴും നമുക്ക് ഇടാൻ പറ്റാറില്ല. അതിനാണ് ഈ എൽം ടു അമൽ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ്. അതിപ്പോ എവിടെയും എഴുതി വെക്കപ്പെട്ട പ്രൂവ് ചെയ്യപ്പെട്ട പ്രോസസ്സ് എന്നൊന്നും പറയല്ല. നമ്മൾ ഓരോരുത്തരും അനുഭവങ്ങളിൽ നിന്ന് പലതവണയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം, അത്രയേ ഉള്ളൂ. അതായത് പൊതുവെ നമ്മൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരിക, അതായത് പലതും ഉണ്ടാവും. നമ്മൾ ഇതുവരെ ചെയ്തു പോയ തെറ്റല്ല, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ, തിരുത്തേണ്ടതും തൗബ ചെയ്ത് മടങ്ങേണ്ടതുമായ കാര്യങ്ങൾ. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ ബ്രെയിനിനകത്തുനിന്ന് അവിയലായിട്ട് ബിരിയാണി ആയിട്ട് ഫ്ലഷ് ഔട്ട് ആയി പോകുന്നതിൽ നിന്നും മാറി നിന്നിട്ട് അത് അവിടെ ഉണ്ടാവും അല്ലെ. എന്നിട്ട് നമ്മൾ ആ ക്ലാസ് ഒക്കെ കേട്ടോ, പിന്നെ അതിനു വേണ്ടി അതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ യെസ്, ഇത് തൗബ ചെയ്യാനുള്ളതാണ്, ബുക്ക് അവിടെ മടക്കി വെക്കുക, തൗബ ചെയ്യുക. കാരണം ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു വികാരം, ആ ഒരു കുറ്റബോധം, അത് ചിലപ്പോൾ പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ സമയം തന്നെ നമ്മൾ അതിനെ തൗബ ചെയ്യേണ്ടടുത്ത് തൗബ ചെയ്യുക. നമസ്കരിച്ച് തൗബ ചെയ്യേണ്ട കാര്യമാണ് നമസ്കരിച്ചിട്ട് തന്നെ തൗബയുടെ നമസ്കാരം തന്നെ ചെയ്തിട്ട് തൗബ ചെയ്യാം. ഓക്കെ, അതേപോലെ തിരുത്തേണ്ട കാര്യങ്ങൾ പലപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തിരുത്തണം എന്നിങ്ങനെ ടീച്ചർ ക്ലാസ്സിൽ എന്താണ് ഹംദ് പറഞ്ഞ് തീർക്കുന്നത് വരെ ഭയങ്കരമായിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം പല ഡിസ്കഷനും വന്ന് പല ടോപ്പിക്കുകളും വന്ന് നമ്മൾ അങ്ങ് മാറിപ്പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് കയറി പാത്രം കഴുകാൻ നിൽക്കുമ്പോഴേക്ക് ബാക്കിയും കൂടെ അത് അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല, അതങ്ങനെ പോകും. പിന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും ആ കാര്യം കേൾക്കുമ്പോൾ ആ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും. അങ്ങനെ നമ്മൾ ഒരു 25 കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 4 കാര്യം ചിലപ്പോൾ നമ്മൾ തിരുത്തും, ബാക്കി 21 അവിടെ ഉണ്ടാവും. അപ്പം അതിനു വേണ്ടിയാണ് ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും തിരുത്തേണ്ട കാര്യങ്ങൾ അല്ലെ, തൗബ ചെയ്യേണ്ട കാര്യങ്ങൾ, ഹംദ് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതിന് നമ്മൾ ഹംദ് പറഞ്ഞും ചെയ്തും മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ശകർത്തും ഇതെന്നൊക്കെ അതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യം. അപ്പം അതിനെ ഓരോന്നിനെയും സീരിയസ് ആക്കി എടുക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദുആ ചെയ്യുക. റബ്ബെ, എല്ലാ കാര്യങ്ങൾക്കും ദുആ വേണം. റബ്ബെ, എനിക്ക് ഈ കാര്യം ചേഞ്ച് ചെയ്യണം, ഈ കാര്യം ലൈഫിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തു പോയ തെറ്റാണ്, റബ്ബെ നീ പുറത്തു തരണം. ഇതിനെ ഓരോന്നിനെയും സീരിയസ് ആക്കി എടുക്കുന്ന ഒരു അപ്രോച്ചാണ് എൽം ടു അമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോസ്റ്റുകളും ഒരു ലിങ്കും ഒക്കെ കഴിഞ്ഞ ഫ്രൈഡേ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി അയക്കും ഇൻഷാ അല്ലാഹ്. അപ്പം താല്പര്യമുള്ളവർ അതിനകത്ത് തന്നെ 2-3 ടൈപ്പ് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 അതെന്താന്നൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ അതിനകത്ത് തന്നെ ഗ്രൂപ്പ് 2ക്കും ഗ്രൂപ്പ് 3ക്കും ജോയിനിങ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1ന് നിങ്ങളുടെ വില്ലിങ്നെസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ തന്നെ നിങ്ങളെ ഗ്രൂപ്പ് ആക്കും, ലീഡേഴ്സിനെ തരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകണം. അഗൈൻ പറയാണ്, ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ച് നല്ലോണം പ്രയാസം തന്നെയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ശരിക്കും എഫേർട്ട് ഇടണം, ശരിക്കും ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പുറപ്പെടണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം. വേറെന്താ, പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സൂറത്ത് ബഖറ 274 ആയത്ത്. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم
فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ആ 274. യാതൊരു കൂട്ടർ രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നുവോ അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലം ഉണ്ടായിരിക്കും. അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ വ്യസനപ്പെടുകയും ഇല്ല. വാക്കർത്ഥം നോക്കാം. അല്ലദീന യുംഫിഖൂന ചെലവഴിക്കുന്നവർ, അല്ലദീന യാതൊരുവർ, യുംഫിഖൂന അവർ ചെലവഴിക്കുന്നു. അപ്പം അല്ലദീന യുംഫിഖൂന ചെലവഴിക്കുന്നവർ, അംവാലഹും അവരുടെ മുതലുകളെ, മീം വാവ് ലാം മാലിന്റെ പ്ലൂറലാണ് അംവാൽ, ഹും അവരുടെ, ബില്ലൈലി രാത്രിയിൽ, വന്നഹാരി പകലിലും, സിർവൻ രഹസ്യമായി, സീൻ റോ റോ, വ അലാനിയതൻ പരസ്യമായും, ഐൻ ലാം നൂൻ. ഫലഹും എന്നാൽ അവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ ഒരു ഭയവുമില്ല, അലൈഹിം അവർക്ക്, വലാഹും അവരില്ലതാനും, യഹ്സനൂൻ ദുഃഖിക്കുക. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലായിട്ട് കണ്ട വാക്കുകളായതുകൊണ്ടാണ് റൂട്ട് ലെറ്റേഴ്സ് ഇവിടെ കൊടുക്കാതിരുന്നത്. തഫ്സീർ നോക്കാം. അല്ലാഹു പറയാണ്, അല്ലദീന യുൻഫിഖൂന അംവാലഹും, ആര് അള്ളാഹുവിന്റെ അവരുടെ ധനം, ഓക്കെ, മാല് അവരുടെ സമ്പത്ത്, യുൻഫിഖൂന ചെലവഴിക്കുന്നുവോ, ആര് അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നുവോ. എപ്പോഴാണ് അവർ ചെലവഴിക്കുന്നത്? ബില്ലൈലി വന്നഹാരി രാത്രിയിലും പകലിലും, അല്ലെ, ലൈല് രാത്രി, നഹാർ പകൽ. സിർറൻ വ അലാനിയതൻ, സിർറൻ രഹസ്യമായിട്ട്, വ അലാനിയതൻ ഓപ്പൺ ആയിട്ട് പരസ്യമായിട്ട്. ഇവിടെ എന്താ പറയുന്നത്? നൈറ്റ്, രാത്രി പകൽ, രഹസ്യം പരസ്യം. ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? രാത്രിയും പകലും പറഞ്ഞു കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും അതിൽ ബാക്കിയുണ്ടോ? ഇല്ല അല്ലെ. രഹസ്യവും പരസ്യവും പറഞ്ഞു കഴിഞ്ഞാലും വേറെ ഒന്നും ബാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. രാത്രി പകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയും പകലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ വന്നു അല്ലെ, ഒരു ദിവസം ഫുള്ള് വന്നു. അങ്ങനെ എല്ലാ ദിവസങ്ങളും എല്ലാ ആഴ്ചകളും എല്ലാ മാസങ്ങളും അതിനകത്ത് പെട്ടു അല്ലെ. അപ്പം ഒരു വ്യക്തി എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും പ്രശ്നമേ അല്ല. അവൻ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, രോഗിയായിക്കോട്ടെ ആരോഗ്യമുള്ളവനായിക്കോട്ടെ, തിരക്കുള്ളവനായിക്കോട്ടെ റെസ്റ്റ് എടുക്കുന്നവനായിക്കോട്ടെ, എന്തെന്നാണെങ്കിലും എന്താണ് ബില്ലൈലി വന്നഹാർ അതെല്ലാം പറ്റില്ലേ, രാത്രിയും പകലും. അവന്റെ സാഹചര്യം ഒന്നും ഒരു വിഷയമേ അല്ല. ഏത് സമയമാണെന്നുള്ളത് വിഷയമേ അല്ല. ഏത് സിറ്റുവേഷനിലാണ് അവൻ എന്നുള്ളത് വിഷയമേ അല്ല. ബില്ലൈലി വന്നഹാരി, സിറം വ അലാനിയതൻ. സിറ് സീൻ റോ റോ, സിർ എന്ന് പറഞ്ഞാൽ രഹസ്യം, നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള വാക്കാണ്. അലാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഐൻ ലാം നോൻ. നോൻ ലാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം റിവീൽ ചെയ്യുക, പുറത്തേക്ക് കാണിക്കുന്നതിനാണ് ലാൻ എന്ന് പറയുന്നത്, എക്സ്പോസ് ചെയ്യും. ഓക്കെ, അലാനിയത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബില്ലൈലി വന്നഹാരി സിർറൻ വ അലാനിയത്തൻ, അതായത് അവര് എപ്പോഴും ചെലവഴിക്കുന്നവരാണ് അല്ലെ. അല്ലദീന യുൻഫിഖൂന അംവാലഹും, ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ചെലവഴിക്കുന്നതാണ്. ഫീ കുല്ലി ഹാലിൻ വഫീ കുല്ലി സമാനിൻ. സുബ്ഹാനല്ലാഹ്. എപ്പോഴൊക്കെ അവർക്ക് ചെലവഴിക്കാൻ പറ്റുമോ, എപ്പോഴൊക്കെ അവരുടെ മുന്നിൽ അവസരങ്ങളുണ്ടോ അപ്പോഴൊക്കെയും ചെലവഴിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു എന്തെങ്കിലും ഒരു റീസൺ അവർക്ക് ചെലവഴിക്കാനുണ്ടെങ്കിൽ, സ്വതക്ക ചെയ്യാനുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുന്നവരാണ് അവര്. എല്ലാ സാഹചര്യത്തിലും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വ അലാനിയതൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കുണ്ട് എന്ത്? അവരുടെ റബ്ബിന്റെ അടുക്കൽ അജ്ർ, പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അവരുടെ റബ്ബിന്റെ അടുക്കൽ അല്ലെ. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയവുമില്ല, അവര് വിഷമിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഒരു വിഷമം അല്ലെ, ഒരു അല്ലോ അങ്ങനെ ആയി പോയല്ലോ അല്ലെ, എന്താണ് കുറ്റബോധം, ഒരു വിഷമവും ഭയവും ആൻസൈറ്റിയും ഒന്നും അവർക്ക് ഇല്ല. സുബ്ഹാനല്ലാഹ്. സന്തോഷം മാത്രം, തൃപ്തി മാത്രം അല്ലെ, കണ്ടെന്റ്മെന്റ്, സാറ്റിസ്ഫാക്ഷൻ മാത്രമേ അവർക്കുള്ളൂ, നന്ദി മാത്രമേ അവർക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമുക്ക് ശരിക്കും തൃപ്തി ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നന്നായി കൊടുക്കുന്ന ആളുകളായി മാറണം. സന്തോഷം ശരിക്കും ലഭിക്കുന്നത് തന്നെ കൊടുക്കുമ്പോഴാണ്, കിട്ടുമ്പോഴല്ല. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തൃപ്തിയാണ് അല്ലെ, ഒരു വല്ലാത്തൊരു സുഖമാണ് മനസ്സിന്. പക്ഷെ കിട്ടുമ്പോ ഉണ്ടല്ലോ, എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് തൃപ്തിയാവില്ല, മതിയാവാറില്ല ഒരു കാലത്ത്.
ഒന്ന് വെറുതെ നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ അങ്ങനെ ഭീകരമായ ഷോപ്പിംഗ് ഒന്നും നിങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പണ്ടത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? എവിടെയെങ്കിലും ഒരു മാളിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകും, അവിടുന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങും, ഒരു ചുരിദാർ വാങ്ങും, അല്ലെങ്കിൽ അതിന്റെ ഒരു ടോപ്പ് വാങ്ങും, വേറെ ഷോപ്പിൽ പോയി ഷോള് വാങ്ങും, വേറെ ഷോപ്പിൽ പോയി അബായ വാങ്ങും, വേറെ ഷോപ്പിൽ പോയി ചെരുപ്പ് വാങ്ങും. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അതെല്ലാം വാങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പം കയ്യിൽ നിറയെ കവർ ഉണ്ടാവും, ഒക്കെ ഭയങ്കര ഭാരമായിരിക്കും. എങ്ങനെയോ ഒരു കണക്കിന് ബസ്സിനൊക്കെ കയറി ഓട്ടോയിലൊക്കെ കയറി വീട്ടിലെത്തിയിട്ടുണ്ടാവും. വീട്ടിലെത്തി നോക്കുമ്പോ ആകെപ്പോ വാങ്ങിയ ആ ഒരു ഇതും കൂടെ വാങ്ങിയേനു അല്ലെ, ആ ഒരു കപ്പും കൂടെ വാങ്ങിന, ഒരു കപ്പ് സെറ്റും കൂടെ വീട്ടില്, അല്ലെങ്കിൽ ആ ഒരു ട്രേയും കൂടെ വാങ്ങിയെങ്കിൽ നല്ലതായിരുന്നു അല്ലെ. ഇപ്പോഴും ഒരു പക്ഷെ എന്തൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവുമോ നമുക്ക് അതും കൂടെ വാങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയില്ലാത്തത്? സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലെങ്കിൽ ആ ഒരു സോക്സും കൂടെ, അല്ലെങ്കിൽ ആ ഒരു കയ്യൊറയും കൂടെ, ആ ഒരു നിക്കാബും കൂടെ അല്ലെ, എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അടുക്കളയിലേക്ക് ഒരു പാത്രം, അല്ലെങ്കിൽ 1 കിലോ ആട്ട, അതും കൂടെ വാങ്ങിയിരുന്നെങ്കിൽ. അപ്പൊ കിട്ടാന്ന് പറയുമ്പം അല്ലെങ്കിൽ വാങ്ങാന്ന് പറയുന്നത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാത്ത, ഒരിക്കലും കംപ്ലീറ്റ് ആവാത്ത, തൃപ്തി തരാത്ത ഒരു കാര്യമാണ്. എപ്പോഴും അതിനകത്ത് എന്തെങ്കിലും നമ്മളെ പറഞ്ഞുകൊണ്ട് ബാക്കി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും അല്ലെ, എത്ര നമ്മൾ ദുനിയാവിയല്ല, നമ്മൾ ആഹ്റം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ ദിവസവും ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് ഒരു ലിസ്റ്റിൽ നമുക്ക് ബാക്കിയുള്ളത്. അതും കൂടെ ആയി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും, ഇതും കൂടെ ആയി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആവും, എന്നിട്ട് അങ്ങോട്ട് അല്ലെ. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒന്ന് അല്ലെ, അടുക്കളയിലേക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം തികയാത്തത് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണത്. പൊതുവെ ആദമിന്റെ സന്തതിയുടെ ഒരു സ്വഭാവം അല്ലെ എന്താണ്? ലൗ അന്ന ഇബ്നി ആദമ വാദിയ മിൻ ദഹബ്, സ്വർണത്തിൽ നിന്നുള്ള ഒരു വാദി അല്ലെ, താഴ്വര ലഭിച്ചു കഴിഞ്ഞാല് അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, 2 ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആഗ്രഹിക്കും. വലനിയം ഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറയ്ക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇങ്ങനെയാ സൃഷ്ടിച്ചത്. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തൃപ്തി വരാത്ത പോലെ അള്ളാഹു നമ്മളെ എങ്ങനെയാ സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തി തരുന്ന രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അൽഹംദുലില്ലാഹ് അല്ലെ. അതൊരുപാട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലെ. എല്ലാവരും തന്നെ എന്തെങ്കിലും രീതിയിൽ കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സമാധാനമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലെ ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്, തൃപ്തി കിട്ടുന്നത്, ആ ഒരു ശരിക്കുള്ള പ്ലഷർ അല്ലെ. എന്തെങ്കിലും ചെയ്തു, കാരണം നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് അത് അവിടെ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏത് സാഹചര്യത്തിലും സ്ഥിരമായിട്ട് എന്നാൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ, ആരോഗ്യമുള്ള അവസ്ഥയെന്നോ ആരോഗ്യമില്ലാത്ത അവസ്ഥയെന്നോ ഇല്ലാതെ, ദരിദ്രനോ ധനികനോ എന്നുള്ള ചിന്തയില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കും അല്ലെ. എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടാവും. കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവര് സ്വർഗത്തില് ഏറ്റവും ഉയർന്ന ലെവലിലുള്ള ആൾക്കാരായിരിക്കും. ഒരു ഭയവും അല്ലെ, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന ലെവലിൽ എന്തെങ്കിലും ഭയവും എന്തെങ്കിലും ആശങ്കകളും ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഭൂമിയിലും അവരെന്തായിരിക്കും? ഒരു തൃപ്തമായ ജീവിതം നയിക്കുന്നവരായിരിക്കും. എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം അവർക്ക് തൃപ്തി ഉണ്ടാവും, അത്രത്തോളം അവർക്ക് എന്തൊരു കാര്യം അവരെ ബാധിച്ചു കഴിഞ്ഞാലും അവര് നിരാശപ്പെടില്ല. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആൻസൈറ്റി ഉണ്ടാവില്ല, അതെന്താവും, ഇതെന്താവും. കാരണം അവരെവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? റബ്ബിന്റെ അടുക്കൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ചിന്ത മാത്രമുള്ളവർക്ക് അവരുടെ ഗ്രീഡ് ഒരിക്കലും അവസാനിക്കില്ല. ഒരിക്കലും അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, ഇതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത അല്ലെ. അതായത് ആദ്യത്തെ സംഭവം ഇല്ലാണ്ട് കൊടുക്കുന്ന ചിന്ത കുറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ കൊടുക്കുന്ന ചിന്ത പൊതുവേ ഇല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും കിട്ടിയിരുന്നെങ്കിൽ 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 ചിന്തയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. എന്റെ കയ്യിലൊന്നും ഇല്ല, എനിക്ക് ഇനിയും വേണം എന്നുള്ള ചിന്ത ഒരിക്കലും അത് അവസാനിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതം സന്തോഷകരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് ആദമിന്റെ സന്തതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രീഡോട് കൂടി, അതായത് ഇനി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ എന്തൊരു കാര്യത്തിനും അല്ലെ ഒരു ലെവലുണ്ട്. അതായത് നമ്മൾ ആ ഒരു സംഭവത്തിന്, അത് കിട്ടണം എന്നുള്ള നമ്മളുടെ ആഗ്രഹത്തിന് നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് കൊണ്ട് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കൊടുക്കലാണ് കിട്ടലിനേക്കാൾ മുൻതൂക്കം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷകരമായ സമാധാനമായിട്ട് ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് പറ്റും അല്ലെ. പക്ഷെ നമ്മളെ കിട്ടാന്നുള്ള സംഭവമാണ് നമുക്ക് മുൻതൂക്കം നിൽക്കുന്നതെങ്കിൽ, അതാണ് നമ്മളെ കൊടുക്കലിനേക്കാൾ മേലെ നിൽക്കുന്നതെങ്കിൽ
എപ്പോഴും ഇല്ലായ്മയായിരിക്കും, എപ്പോഴും ഇല്ലായ്മയായിരിക്കും, എപ്പോഴും അതൃപ്തിയായിരിക്കും, എപ്പോഴും പരാതികളായിരിക്കും, പരിഭവങ്ങളായിരിക്കും, അല്ലെ? എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കത് വേണം, എനിക്കിത് വേണം, എന്റെ കാര്യം അങ്ങനെ കഷ്ടമാണ്, എന്റെ കാര്യം ഇങ്ങനെ കഷ്ടമാണെന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചതിൽ പല നേച്ചറുകളും ഉണ്ട്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നേച്ചറിലുണ്ട്, അല്ലെ? മനുഷ്യന് അറിവില്ലാത്തവനാണ്, ശരിയാണ്, അറിവില്ലാത്തവനാണ്. പക്ഷെ എപ്പൊ നമ്മൾ അറിവുകൾ നേടി 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 അറിവിനെ കൂടുതൽ അറിവില്ലായ്മയുടെ മേലെ ആക്കുന്നോ, അപ്പൊ നമ്മൾ ആ അറിവുകേടിന്റെ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ പൊതുവെ ധൃതി കൂട്ടുന്നവരാണ്, ക്ഷമ കുറഞ്ഞവരാണ്, അല്ലെ? അപ്പം എവിടെ നമ്മൾ ഈ ധൃതി കൂട്ടലിനെ അല്ലെങ്കിൽ ക്ഷമയെ നമ്മൾ ക്ഷമ കൊണ്ട് അലങ്കരിക്കുന്നു, ക്ഷമ കുറേ കൊടുത്തിട്ട് അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നു, അപ്പൊ നമുക്ക് ക്ഷമയുടെ ഗുണങ്ങളും കൂടുതൽ കിട്ടാനും അക്ഷമയുടെ ഗുണങ്ങൾ നമുക്ക് ദോഷങ്ങൾ കുറയുകയും ചെയ്യും. അതേപോലെയാണ് ഇവിടെ മനുഷ്യര് അത്യാഗ്രഹമുള്ള ആളുകളായിട്ട് തന്നെയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. പക്ഷെ എപ്പം നമ്മൾ അതിനെ കൊടുക്കൽ കൊണ്ട് ഓവർകം ചെയ്യുന്നു, കൂടുതൽ 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 കൊടുത്തിട്ട് നമ്മൾ ഓവർകം ചെയ്യുന്നു, അപ്പൊ നമുക്ക് ആ ഒരു കൊടുക്കലിന്റെ സ്പെൻഡിങ്ങിന്റെ ആ ഒരു എൻജോയ്മെന്റ്, അല്ലെ? ആ ഒരു തൃപ്തി, ആ ഒരു സന്തോഷം നമുക്ക് കൂടുതൽ കിട്ടും. ആ കിട്ടണം എന്നുള്ള ചിന്ത വളരെ ലൈറ്റ് ആയിട്ട്, അല്ലെ? അത് അങ്ങനെ ഇങ്ങനെ ഇല്ലാണ്ടായി. നമ്മൾ കാർട്ടൂണിലൊക്കെ കാണാം, വലിയ വലിയൊരു സാധനം ഇങ്ങനെ കുറഞ്ഞ് 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 കുറഞ്ഞ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയി മാറുന്നത്. അതുപോലെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഗ്രീഡ് എന്ന് പറഞ്ഞ സംഭവം മെല്ലെ 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 കുറയും. എന്നാലും നമ്മുടെ നേച്ചറിൽ അതുള്ളത് കൊണ്ട് അത് തല പൊക്ക് തന്നെ ചെയ്യും. കാരണം ഇബ്ലീസ് എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ നമ്മളെ ടെസ്റ്റ് ആയിട്ട്, അല്ലെ? അപ്പൊ അത് തല പൊക്ക് തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ തല പൊക്കും, എനിക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒക്കെ അത് വേണം തോന്നുന്ന സമയത്ത് എന്തെങ്കിലും എടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കാം. അങ്ങനെ ആ ഒരു സംഭവത്തിനെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന പ്രാക്ടീസിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സുബ്ഹാനല്ലാഹ്. ആർക്കാണ് അങ്ങനെയുള്ള ഒരു ജീവിതം ഇഷ്ടമില്ലാത്തത്, അല്ലെ? ഒരു ഭയവും ഒരു വിഷമവും ഇല്ലാത്ത ജീവിതം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഈ ഒരു നമ്മൾ ഇതിനകം തന്നെ എനിക്കൊന്ന് 4 പ്രാവശ്യം ഈ ഒരു ആയത്ത് കണ്ടു കഴിഞ്ഞു, അല്ലെ? നിങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല, അവർക്ക് വിഷമം ഉണ്ടാവില്ല എന്ന്. അപ്പം ആ ഓരോ ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, അതെടുത്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഭൂമിയിൽ തന്നെ നമ്മളെ സ്വർഗം നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? ഭൂമിയിൽ തന്നെ ഇത്രയും സന്തോഷം സംതൃപ്തി ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആൾക്കാരിൽ നമ്മളെല്ലാവരെയും ഇഹത്തിലും പരത്തിലും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പം ഇവിടെ ഈ ഒരു ആയത്തില് അള്ളാഹു പറയുന്നുണ്ട് രാവും പകലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്പെൻഡ് ചെയ്യാൻ പറയുമ്പോഴൊക്കെ നമ്മൾ മുമ്പ് ഓൾറെഡി ക്ലിയർ ആക്കിയതാണ് ഈ കാര്യങ്ങൾ, അല്ലെ? രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ എന്താണ് അള്ളാഹു ഇവിടെ പറയുന്നത്? നമ്മളോട് നമ്മളെ മേലെ തന്നെ, അല്ലെ? യാതൊരു കൺട്രോളും ഇല്ലാതെ നമ്മളെ കയ്യിൽ കിട്ടിയ പൈസ എല്ലാം ചെലവഴിച്ചുകൊണ്ടിരിക്കാനാണോ? നമുക്ക് തോന്നുന്നതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കാനാണോ? ഒരിക്കലും അല്ല, അല്ലെ? ഈ ഒരു ആയത്തിനെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഈവൻ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ പോലും അത് അള്ളാഹുവിന്റെ മാർഗത്തിലാവാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട്, സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചെലവഴിക്കുമ്പോൾ അവർക്ക് എന്തായാലും അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലമുണ്ട്. മാത്രമല്ല ഈ ഒരു ചെലവഴിക്കൽ ഒരിക്കലും ഒരു ടൈം ബൗണ്ട് അല്ല, ഇന്ന സമയത്ത് മാത്രം ചെലവഴിക്കുക എന്നുള്ളതല്ല, അല്ലെ? അത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല. അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു പള്ളിക്ക് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞു, ഓ ഇക്കൊല്ലം ഇനിയിപ്പോ ആ ഒരു പള്ളി മതി, ഇനി അടുത്ത പള്ളിക്ക് കൊടുക്കൂല എന്നായിരിക്കണോ? അല്ല, അല്ലെ? എവിടെയൊക്കെ അവസരം ഉണ്ടോ ആ അവസരത്തിലൊക്കെ ചെലവഴിക്കാം. എവിടെയൊക്കെ എന്തൊക്കെ നമ്മളെ മുന്നിൽ ചെലവഴിക്കാൻ വേണ്ടി വരുന്നോ അവിടെയൊക്കെ ചെലവഴിക്കാം. അത് കേൾക്കുമ്പോൾ എല്ലാവരും വേഗം, കുറച്ചോനെ എന്റെ അടുത്ത് ഒരുപാടില്ലല്ലോ, എന്റെ അടുത്ത് 1000 കണക്കിന് 10,000 കണക്കിന് ഇല്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഇവിടെ അള്ളാഹ് കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെ? നിങ്ങളുടെ അടുത്ത് ഉള്ളത് കൊടുക്കാനാണ് തുടക്കം മുതൽ ഏറ്റവും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലെ? മിമ്മാ റസഖ്നാഹും, അവൻ തന്നതിൽ നിന്ന്, നിങ്ങൾക്ക് അവൻ തന്ന റിസ്കിൽ നിന്ന് ചെലവഴിക്കാനാണ്. അപ്പം അത് 1000 കണക്കിനും 10,000 കണക്കിനും ലക്ഷക്കണക്കിനും വേണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് പറ്റുവോ അത് കൊടുക്കുക, അല്ലെ? ഗൂഗിൾ പേയിൽ 1 രൂപയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അല്ലെ? അപ്പം നമ്മൾ ശരിക്കും ചെലവഴിക്കുമ്പം അവിടെ നമ്മൾ എന്താക്കാണ്, നമ്മുടെ ഒരു ആസാർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലെ? ആസാറാത്ത് അവശേഷിപ്പിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. പലരും അത് അവരുടെ ആസാറാത്ത് അവശേഷിക്കുമ്പോൾ കണ്ടോ ഓരത് ചെയ്യുന്ന, ഓർക്കത് കഴിയുന്ന നമ്മൾ വിചാരിക്കാറുണ്ട്, അല്ലെ? പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് അപ്പൊ നമ്മൾ ആലോചിക്കില്ല. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കോസിന് വേണ്ടി, പള്ളികൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അതുപോലെ എന്തെങ്കിലും ഒരു പബ്ലിക് കോസിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആസാറാത്ത് അവിടെ ഉണ്ടാക്കാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവർത്തനം അങ്ങനെ കണ്ടിന്യൂ ചെയ്യും, അല്ലെ? സുബ്ഹാനല്ലാഹ്.
നമുക്ക് അത് അവിടെ ജാരിയായ സദക്കയായിട്ട് അവിടെ കിട്ടാനുള്ള അവസരമാണ്. അപ്പൊ എത്രത്തോളം നമ്മൾക്ക് ഏതൊക്കെ പ്രോസസ്സ് നമ്മളെ മുന്നിൽ എത്തുന്നോ അത് കുറച്ച് ഒരു 100 രൂപ കൊടുത്തിട്ടാണെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ പോലും അറിയാത്ത നമുക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും അല്ലെ. അവിടെ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ കൈമലർത്തുന്ന, അള്ളോ എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കൈമലർത്തുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ പല സ്ഥലത്തുനിന്നും നമ്മുടെ തുലാസിൽ വന്ന് കനം തൂങ്ങുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ചൊക്കെ എത്ര സന്തോഷമായിരിക്കും. ഞാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാൻ എപ്പോഴോ കൊടുത്ത് എന്റെ മനസ്സിൽ ഒഴിവാക്കിയിട്ട കാര്യങ്ങൾ ആ പള്ളിക്ക് കൊടുത്തത്, ആ ഹിഫ്ള് സ്കൂളിന് കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു യതീംഖാനക്ക് കൊടുത്തതൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു അതിനെ അല്ലെ ഒരു കാരക്കന്റെ ചീല കൊടുത്ത പോലെ അള്ളാഹു അതിനെ വളരെ സൂക്ഷ്മതയോട് കൂടി എന്താണ് നമ്മളൊരു കുഞ്ഞി കുതിരക്കുട്ടീനെ എങ്ങനെ വലുതാക്കുന്നോ, ഒരു മലയോളം വലുതാക്കുന്നോ, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വലുതാക്കി വെക്കുന്ന പറയുന്നത്. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്നോക്കം നിൽക്കുക വേണ്ട. ഒരു 50 രൂപയാണെങ്കിലും 25 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും കൊടുത്തോളൂ. ഒരുപാട് കൊടുക്കാനില്ലല്ലോ എന്ന് വിചാരിക്കുകയേ വേണ്ട. ഇതൊന്നും ഇല്ലാത്തവര് നമ്മളുടെ അടുത്ത് ആരുമില്ല അല്ലെ. അതൊന്നും കൊടുക്കുന്നതിന് ഒരു നാണക്കേടും ചോദിക്കണ്ട. അവരെന്ത് വിചാരിക്കും, ഇത്ര കുറച്ച് കൊടുത്താൽ ആരെന്ത് വിചാരിച്ചാലും നമുക്കെന്താ, നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിലല്ലേ ചെലവഴിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ചിലർക്ക് ഒരുപാട് കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്ക് സെറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. കാരണം അവരിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് അവർ ധാരാളം കൊടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു സമയത്ത് ഇല്ലാണ്ടാവും, അല്ല ഞാനിങ്ങനെ ഇത്ര ചെറിയ എമൗണ്ട് കൊടുക്കുക, അവർക്ക് ഇങ്ങനെ ഇത് കൊടുക്കുക അല്ലെ. അവർ ഈ പള്ളിന്റെ പ്രസിഡന്റ് അല്ലേ, അവർക്കല്ലെങ്കിൽ ഞാൻ എത്ര എമൗണ്ട് അയച്ചെന്ന് അവരറിയില്ല, അങ്ങനെ എത്ര ചെറുത് കൊടുക്കുക എന്നാ കൊടുക്കണ്ട. അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അള്ളാഹിന്റെ മാർഗത്തിലാണ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഒന്നും നോക്കണ്ട. അതിനർത്ഥം കുറച്ച് കൊടുത്താൽ മതി എന്നല്ല, അധികം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കൊടുത്തോളൂ. പക്ഷെ കുറച്ചേ ഉള്ളൂ എങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നുള്ളതിന്റെ പേരിൽ കൊടുക്കാതിരിക്കേണ്ട. ഇതൊരു ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നമ്മളെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് പൈസ പല ബിസിനസ്സുകളിലൊക്കെ കൊടുക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ഒരിക്കലും ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ മാത്രം അവരുടെ എല്ലാ പൈസയും കൊണ്ടിടൂല അല്ലെ. അല്ല, നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തിനാ ഇത്രയധികം ബിസിനസ്, അല്ലെങ്കിൽ എന്തിനാ അവർക്ക് ഇത്രയധികം അക്കൗണ്ടുകൾ, ഇത്രയും പൈസ, അവർക്ക് എന്തെങ്കിലും ഒന്ന് വൃത്തിക്ക് ചെയ്താൽ പോരെ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ. പക്ഷെ അവരെന്താ ചെയ്യുക, പല സ്ഥലങ്ങളിലായിട്ട് അല്ലെ, പല സ്റ്റോക്കുകളിലും പല ഷെയറുകളിലും ഈവൻ പല അക്കൗണ്ടുകളിലായിട്ടും അവര് പൈസ ഇടും. പല ബിസിനസ്സുകളിൽ പല ഇൻവെസ്റ്റ്മെന്റിൽ അവരിടും. ചിലപ്പോൾ രാജ്യത്തിന്റെ പുറത്തും അവർ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. ചിലപ്പോൾ നമ്മളെ പോലെയുള്ളവർ ചിന്തിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ അല്ലെ, അവർക്ക് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ പോരെ എന്ന് തോന്നാറുണ്ട് അല്ലെ. പക്ഷെ അവരെന്തിനാ അത്രയും പല സ്ഥലങ്ങളിലെ പൈസ കൊണ്ടിടുന്നത്, ഏതെങ്കിലും ഒന്ന് കൂട്ടിപ്പോയാൽ അല്ലെ, ഒന്നിന് നഷ്ടം വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മൊത്തം പൈസ നഷ്ടപ്പെടരുതല്ലോ. പല സ്ഥലങ്ങളിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും, ഒന്ന് പോയാലും വേറൊന്നുണ്ടാവും. അത്രത്തോളം അവര് പല 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 ഇൻവെസ്റ്റ്മെന്റിലിട്ടോ അത്രത്തോളം അവരുടേത് പല രീതിയിൽ അത് ഗ്രോ ചെയ്യും, പല രീതിയിൽ അവർക്ക് റവന്യൂ വരും, ലാഭം വരും അല്ലെ. സുബ്ഹാനല്ലാഹ്, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴും ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഖുർആൻ പഠിക്കുന്നുണ്ട് അതിന് പൈസ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പൈസ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പള്ളിക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അതൊക്കെ തന്നെ ധാരാളമാണ്. പറ്റാഞ്ഞിട്ടാവില്ല, നമുക്കത് ധാരാളമാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഇനി വേറെ ഒന്നും വേണ്ട എന്ന് നമുക്ക് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. കൊടുത്തുകൊണ്ടിരിക്കും പല 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 കോഴ്സുകളിൽ. നമ്മളതിലുള്ള എമൗണ്ട് പിരിച്ച് എല്ലാ സ്ഥലത്തും കഴിയും നമ്മളെ മുമ്പിൽ വരുന്നതിലൊക്കെയും കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളെ കണ്ണിൽ പെടുന്നതിലൊക്കെയും കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളൊരു പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെ, ഏതെങ്കിലും വക്തൊക്കെ നമ്മൾ യാത്രയിൽ നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ വരുന്ന പള്ളിയൊന്നല്ലല്ലോ അല്ലെ, ഒന്ന് വന്ന് പോയ പള്ളിയല്ലേ, ഇവിടെയൊക്കെ എന്തിനാ കൊടുക്കുന്നത്, ഒരു 50 രൂപ 100 രൂപ അവിടെയും കൊടുത്തേക്ക്. സുബ്ഹാനല്ലാഹ്, കാരണം നമ്മൾ കുറച്ചു നേരമെങ്കിലും ആ പള്ളി ഉപയോഗിച്ചില്ലേ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തില് അല്ലെ, നമ്മുടെ ഒരു വക്ത് നമസ്കാരത്തിന് അങ്ങനെ എത്ര യാത്രക്കാർ ആ പള്ളികളിൽ എത്ര കാലങ്ങളായിട്ട് വരുന്നുണ്ടാവും. ആ പള്ളിക്ക് നടത്തിപ്പിന് പൈസ വേണ്ട അല്ലെ. പക്ഷെ നമ്മൾ ഇതുപോലെ വേറെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും പള്ളിയിലൊക്കെ പോയി വരുമ്പോൾ നമ്മൾ എന്താ പറയാ, ഓഫ് ഇതൊരു ബാത്റൂമാണോ, എടുക്കാൻ കഴിയുന്നില്ല, ഒരു വൃത്തിയില്ല, പെണ്ണുങ്ങളെ ഏരിയയിൽ ലൈറ്റ് ഇല്ല, ഫുള്ള് പൊടിയാണ് അല്ലെ. കുഴപ്പമില്ല, അവിടുത്തെ തട്ടിക്കൊടുത്തേക്ക്. നമ്മള് ചെല്ലുമ്പോ അവിടെ വൃത്തിയായി അടുത്ത ആൾക്ക് അവിടെ നിസ്കരിക്കാലോ നല്ല വൃത്തിക്ക് അല്ലെ. ഒരു AC ഉണ്ട്, അത് അവർ ഓണാക്കുന്നില്ല, കംപ്ലൈൻസ് ആ നമ്മൾ പറയാ. നമ്മൾ പോകുന്ന വഴിക്കല്ലേ ആരും അറിയാണ്ട് ഒരു 100 രൂപ ഒരു 500 രൂപ പള്ളിന്റെ നടത്തിപ്പിന്റെ പെട്ടിയിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് പരാതി പറയാനാണ് കൂടുതൽ ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, ആ ഒരു കോസ് ആ പള്ളി നടത്തിക്കൊണ്ടുപോകാനും അവർക്കും ചെലവുകളുണ്ട് അല്ലെ. അത് നടത്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവർ ക്ലീൻ ആക്കുന്ന കാര്യത്തിൽ ചിലപ്പം അവർ ക്ലീൻ ആക്കുന്ന ആള് ചിലപ്പോൾ കുറെ നാളായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് അവിടെ ആ ഒരു സൈഡിൽ വന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവില്ല. നമ്മൾ പോയി അത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വന്ന് നിസ്കരിച്ചൂടെ.
നമ്മൾ പോയി ഒരു 100 രൂപ ഇട്ട് കിടന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കില്ലേ, അവർ ക്ലീൻ ആക്കുന്ന ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും ചിലപ്പം തികയായിരിക്കും. അപ്പോൾ എവിടൊക്കെ കൊടുക്കാൻ പറ്റുമോ കംപ്ലൈന്റ് പറയാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊടുത്തുകൊണ്ടേയിരിക്കുക, ഏതൊരു കോസിനാണെങ്കിലും. അപ്പം നമുക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഹസനാത്തുകള് കുംഭാരമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇപ്പം അൽഹംദുലില്ലാ നമുക്ക് ചെലവഴിച്ചാലല്ലേ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലെ. ഒരു പാറയുടെ മേല് ഒരു ലെയർ മണ്ണും അതിന്റെ മുകളിൽ കുത്തി ഒലിച്ചു പെയ്യുന്ന മഴയും അത് ഒലിച്ചു പോകുന്ന സീനും നമ്മൾ കണ്ടതാണ്. അതുപോലെ ഉയർന്ന ഒരു ഭൂമിയിൽ അല്ലെ, നല്ല പച്ചപ്പുള്ള ഒരു ഭൂമിയിൽ മഴ നല്ലോണം പെയ്താലും ചാറ്റൽ മഴ പെയ്താലും അത് വളരും എന്നുള്ള സീനും നമ്മൾ കണ്ടതാണ്. അപ്പൊ നമുക്ക് ചെലവഴിച്ച അതിനെ സംരക്ഷിക്കാൻ ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ആ പഠിച്ച മാർഗം വെച്ചിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുക, ആളുകൾക്ക് വേണ്ടി കൊടുക്കുക, കോസസിന് വേണ്ടി, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, പള്ളികൾക്ക് വേണ്ടി കൊടുക്കുക, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, ബുക്കുകൾക്ക് വേണ്ടി കൊടുക്കുക. എന്തൊക്കെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ വരുന്നോ ചിന്തിക്കുക, കൊടുക്കുക, എന്ത് വന്നു കഴിഞ്ഞാലും. കാരണം നമ്മളെ മുമ്പിൽ ഒരു അവസരം വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയായിട്ട് നമ്മളെ മുമ്പിൽ എത്തിച്ചതാണ്. ഇതാ നിനക്കൊരവസരം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞാലും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരും അല്ലെ. ദീനി മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിന്റെ ഒരു കോർഡിനേഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളും കോർഡിനേഷൻസും നമ്മളെ മുമ്പിൽ വരും അല്ലെ. ഒരുപാട് ഒരു ക്ലാസ് നമ്മൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ വന്നിട്ട് നമ്മളെ കൊണ്ട് ഹാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരു കാര്യം പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ നമ്മൾ കൊണ്ടുതരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ എളുപ്പം വരും. ഇപ്പൊ നമ്മൾ തദബ്ബുറോട് കൂടി പാരായണം ചെയ്യുന്ന കാര്യത്തിലും അമലാക്കുന്ന കാര്യത്തിലും ഒക്കെ പറഞ്ഞു, അവിടെ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരും. അതേപോലെയാണ് നമ്മൾ ഒന്ന് സ്പെൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും 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 അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. റബ്ബിന്റെ ഇഷ്ടമാണ് അത് നമ്മളോടുള്ള. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാ കൊടുക്കാനും നമുക്ക് കൊടുത്താൽ സ്വീകരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇല്ലാത്ത നാട്ടില് അവർക്ക് എന്ത് പ്രയാസമല്ലേ കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ അൽഹംദുലില്ലാ നമ്മളെ വീടുകളിൽ സഹായിക്കാൻ വരുന്ന ആളുകൾ തന്നെ അല്ലെ, അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മളെ വീടുകളിൽ നമ്മളൊക്കെ എത്ര ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു 1-2 ആൾക്ക് ഉള്ള ഭക്ഷണം ബാക്കി ഉണ്ടാവും. അത് കൊടുക്കാൻ നമ്മുടെ ചുറ്റുപാടും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കുന്ന ഒരു പ്രശ്നം ഒരു സൈഡില്, അതിനപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാനില്ലേ, കൊടുത്തിട്ട് നമുക്ക് പ്രതിഫലം നേടാൻ പറ്റാത്തത് വേറൊരു സൈഡിൽ. അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ, എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബ്ലെസ് ചെയ്തത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അള്ളാഹുമായിട്ട് നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അടുത്തതിന് അവസരം കൊണ്ടും തരും, അടുത്തതിന് അവസരം കൊണ്ടും തരും. ഇപ്പൊ അതന്നെ നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. അത് അങ്ങനെ അനുഭവം ഉള്ളവർക്ക് അത് മനസ്സിലാവും. അതായത് നമ്മളെ മുമ്പിലേക്ക് അള്ളാഹുമായിട്ട് ഒരു അവസരം കൊണ്ടുവന്ന് തരുവാണ്. നിങ്ങൾ ഇന്ന കാര്യത്തിന്റെ ഒരു കോർഡിനേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ വേണ്ട 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 എന്നൊരു 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വഴിക്ക് അത് അങ്ങനെ വരാതാവും, നമുക്ക് അങ്ങനത്തെ ചാൻസസ് കിട്ടാതാവും. സുബ്ഹാനല്ലാഹ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം കൊടുക്കണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാണ്ടാവും. സുബ്ഹാനല്ലാഹ്. പക്ഷെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഓപ്പണിങ്സ് എല്ലാ വഴിയിൽ നിന്നും വരും. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് അൽഹംദുലില്ലാ ഇൻവെസ്റ്റ്മെന്റിന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണല്ലേ. അപ്പം അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുക, അതിനെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ചെലവഴിക്കുമ്പോൾ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത് കൊടുത്താൽ തീർന്നു പോവല്ലോ, പിന്നെ എന്റെ കാര്യം എന്താക്കും, എന്റെ ആ കാര്യം എങ്ങനെ നടക്കും, എന്റെ ഈ കാര്യം എങ്ങനെ നടക്കും, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബാ നടത്തുന്നത്. ഇതുവരെ റബ്ബന്നെയാ നടത്തി, ഞാൻ ഉണ്ടാക്കിയിട്ട് നടന്നതൊന്നും അല്ല. ഓക്കെ, അല്ലാണ്ട് മൂപ്പരുണ്ടാക്കിയത് കൊണ്ട് മാത്രം നടക്കുന്നതൊന്നും അല്ല. അത് അള്ളയാണ് മൂപ്പർക്ക് കൊടുത്തത്, മൂപ്പരിലൂടെ നമ്മളിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ അള്ളയാണ് നമ്മളുടെ ജോലിയാണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും അതിലൊക്കെ നമ്മൾക്കിലേക്ക് എത്തിച്ചത് റബ്ബാണ്. റബ്ബ് നമുക്ക് എത്തിക്കുന്നതിനാ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരുന്ന വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാര്യം നോക്കിക്കോളും. അള്ളാഹു നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും. നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സദഖ എല്ലാ കലാമിറ്റീസിനും നമ്മളെ വഴിക്ക് വരുന്ന എല്ലാ ദുരന്തങ്ങളെയും തടയാൻ സദഖയ്ക്ക് പറ്റും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കോപത്തെ തടയാൻ സദഖയ്ക്ക് പറ്റും. നമ്മുടെ തിന്മകളുടെ അനന്തര ഫലത്തെ തടയാൻ സദഖയ്ക്ക് പറ്റും. സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെ ഒരുപാട് പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റും. അള്ളാഹു 700-ഉം അതിലധികവും ഇരട്ടി അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രതിഫലങ്ങൾക്കുള്ള സാധ്യതയാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മളെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവും,
ഫ്രിഡ്ജിൽ ഭക്ഷണം ഉണ്ടാവും, പക്ഷെ ആരോഗ്യസ്ഥിതി കാരണമോ മറ്റോ നമുക്ക് കഴിക്കാൻ പറ്റാതിരിക്കും. അല്ലെങ്കിൽ കയ്യിലോ ബാങ്കിലോ പൈസ ഉണ്ടാവും, പക്ഷെ വേറെ പല സാഹചര്യങ്ങളാലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ചിലരെങ്കിലും അല്ലെ. പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നത്, നമ്മളെ വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പം ആരോഗ്യം പ്രശ്നം, രോഗത്തിന്റെ കാരണം നമുക്ക് പലതും കഴിക്കാൻ പറ്റാണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് അത് ചെലവഴിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു തൗഫീഖ് ഇല്ലായ്മയാണ്. അള്ളാഹു നമുക്ക് സൗകര്യം ഒരുക്കി തരായ്മയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ആ സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി തരുമ്പം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹ് തരുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റൊരാൾക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തുള്ള വേറെ പല പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല വേറെ പലരിലൂടെയും പല സൗകര്യങ്ങളും ഒരുക്കി തരും. നമ്മൾ മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ ടേക്ക് കെയർ ചെയ്യും. നമ്മളുടെ തിന്മകൾ അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ അല്ലെ, നമ്മളെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല കവറപ്പ് ചെയ്യും. രഹസ്യമായിട്ട്, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസിന് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് രഹസ്യമായിട്ട് കൊടുക്കുമ്പോൾ അതുവഴി നമ്മളുടെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും അല്ലെ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നത് ഒരുപാട് തിന്മകളുടെ ഭാരം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചെയ്താലും എത്ര തൗബ ചെയ്താലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതും നമുക്ക് നിർത്താൻ പറ്റാത്തതുമായ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ കൂടെ അത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് കൊടുക്കുക. ഒരുപാട് നന്മകളും അക്യുമുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒന്ന് കൊടുത്താൽ രണ്ടെന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അവസരമാണ്. സുബ്ഹാനല്ലാഹ്. ഇഹലോകത്തും പരലോകത്തും അല്ലെ. അപ്പം എന്തിനു നമ്മൾ ചെലവഴിക്കാതിരിക്കണം, അതൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. പൊതുവെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് തന്നിട്ടുള്ള എല്ലാ നേച്ചറും പോലെ ഒരു നേച്ചറാണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചെലവഴിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു പെരുന്നാളിനോ അല്ലാണ്ടൊക്കെ ഒരു 50 രൂപ 100 രൂപ കിട്ടിയ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഇതുകൊണ്ട് അത് വാങ്ങണം, അതുകൊണ്ട് ഇത് വാങ്ങണം. വളരെ കുറച്ച് ആൾക്കാർക്ക് ഇത് മുഴുവൻ അങ്ങോട്ട് എടുത്തു വെച്ചാളാന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. അധികം ആളുകളും എന്തെങ്കിലും വാങ്ങണം, അതായത് ചെലവഴിക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഉള്ളിൽ ഇട്ട് തന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ആ ചെലവഴിക്കണം എന്നുള്ള ചിന്തയും നമുക്ക് ഗ്രീഡ്, അത്യാഗ്രഹം എന്നുള്ള ചിന്തയും കൂടെ ഒന്നിച്ചാവുമ്പോഴാണ് അതൊന്നെങ്കിൽ നമുക്ക് മാത്രം ചെലവഴിക്കുന്ന രീതിയിലായി പോകുന്നത്, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് നഷ്ടമുണ്ടാക്കുന്ന കൂട്ടത്തിൽ ആയി പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചെലവഴിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അത് അള്ളാഹിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാവുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലെ, അൽഹംദുലില്ലാഹ് ഒരുപാട് കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ടാക്കാൻ അവസരമാണ്. പിന്നെ ഈ ചെലവഴിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള, കാരണം അതൊക്കെ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, അതുകൊണ്ട് ഒന്നും കൂടെ പറയാണ്. ചെലവഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തത്തിനും ബന്ധുക്കൾക്കും ചെലവഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധി പ്രവർത്തിക്കാറുണ്ട്. ഓർക്ക് കൊടുത്താൽ അങ്ങനെ പറയും, ഇങ്ങനെ പറയും, അത് നന്ദിയായിട്ട് കൂട്ടരാണ്, അല്ലെങ്കിൽ ഓർക്ക് അഹങ്കാരത്തിനാണ്, ഓർക്ക് ധാരാളിത്തത്തിനാണ്, അങ്ങനെയുള്ള പല ചിന്തകളും സ്വന്തത്തിന് ചെലവഴിക്കുമ്പോൾ, ദൂരമുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാത്തവർക്ക് ചെലവഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയെന്ന് വരില്ല. സ്വന്തത്തിന് ചെലവഴിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഉടായ്പകളും പല റീസൺസും ഇബ്ലീസ് വന്ന് പറഞ്ഞു തരും. സുബ്ഹാനല്ലാഹ്. അല്ലെ, അന്ന് കൊടുത്തതിനാണ് കിട്ടിയത്, ഒരുപാട് കൊടുത്താൽ ഓരോരുത്തർന്ന് അടി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങൾ നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. കൂടുതൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കുക. കാരണം കൊടുക്കുന്തോറും നമ്മുടെ മനസ്സിലെ വെറുപ്പ് ഇല്ലാതായി മാറും. സുബ്ഹാനല്ലാഹ്. ഇനി അതേപോലെ അറിയാത്തവർക്ക് കൊടുക്കാൻ പ്രയാസമുള്ള ആളുകളും ഉണ്ട്. എന്തോ ആണ് ഓർക്ക് ഇപ്പൊ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ അല്ലെ. പക്ഷെ അള്ളാഹു ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കൊടുത്തോണ്ടിരിക്കാനാ പറഞ്ഞത്. ആർക്ക് എന്തെന്നൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെയും റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ മാക്സിമം നന്മ കളക്ട് ചെയ്യുക, മാക്സിമം പ്രതിഫലം നിങ്ങൾ കളക്ട് ചെയ്യുക. ഇനി അതേപോലെ ചെലവഴിക്കാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങൾക്ക് മാത്രമാണോ കൊടുക്കാൻ പറഞ്ഞത്? അല്ല അല്ലെ. ഈവൻ സക്കാത്തിന്റെ കാര്യത്തിൽ പോലും ഒരു പോർഷൻ, സക്കാത്തിന്റെ ഒരു അവകാശികൾ എന്ന് പറയുന്നത് അമുസ്ലിങ്ങളാണ്. ദീനിനോട് ചായ്വുള്ള മുസ്ലിങ്ങൾ അല്ലെ, ഇസ്ലാമിനോട് ഇൻട്രസ്റ്റ് ഉള്ള മുസ്ലിങ്ങൾക്ക് ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖുർആനിൽ പലയിടങ്ങളിലും ചെലവഴിക്കാൻ പറഞ്ഞെടുത്ത് അല്ലെ,
മിസ്കീനെന്നും യതീമെന്നും അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞെടുത്ത് ദരിദ്രരായിട്ടുള്ളവർക്ക് ആവശ്യക്കാരെന്ന് പറഞ്ഞെടുത്ത് മുസ്ലിം എടുത്ത് പറഞ്ഞിട്ടില്ല, വിശ്വാസിന്ന് എടുത്ത് പറഞ്ഞില്ല. കൊടുക്കുന്നവരെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടുന്നവര് വിശ്വാസികളായിരിക്കണം, മുസ്ലിങ്ങളായിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഒരു വ്യക്തി അവർക്ക് വിശപ്പുണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ, അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് അവരുടെ മേലെ ചെലവഴിക്കുക എന്നുള്ളത്. ശരിക്കും ചെലവഴിക്കല് ഹൃദയങ്ങളെ അടുക്കാൻ സഹായിക്കും. സുബ്ഹാനല്ലാഹ്. അവര് നമ്മളെ ദീനിനോട് അടുപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയാണത്. അവർക്ക് ചെയ്യുന്ന ഒരു ദഅവ കൂടിയാണത്. അത് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ അവരെടുത്ത് പറയാം, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ ഇതാ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ഖുർആൻ ഞങ്ങളെ ഇതാ പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് പ്രയാസം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ജാതി ഏതോ മതം ഏതോ എന്നൊന്നും നോക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മളെ റബ്ബ് പഠിപ്പിക്കുന്നത്. ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കും, ഹൃദയങ്ങളെ അടുപ്പിക്കും. എന്തെങ്കിലും ഒരു കാലത്ത് അവർക്ക് ദീനിനോട് ചിന്ത വരാനുള്ള ഒരു റീസണും കൂടെ ആവും അത്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ആണോ നോക്കി, വിശ്വാസിയാണോ നോക്കി, അവരങ്ങനെ ചെയ്യുന്നവരാണോ ഇങ്ങനെ ചെയ്യുന്നവരാണോ നോക്കിയിട്ടല്ല ചെലവഴിക്കേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമുക്ക് എന്താണ്, പൊട്ടൻഷ്യൽ മുസ്ലിങ്ങളാണ്, നാളത്തെ മുസ്ലിംസ് ആണ്. നാളത്തെ അവരുടെ ഉത്തരവാദിത്തം, അവരിലേക്ക് ദഅവ എത്തിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളെടുത്തുണ്ട്. ദഅവയ്ക്കുള്ള ഒരു ഓപ്പണിംഗ് കൂടിയാണ് കൊടുക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു അവസരം ആരും വേസ്റ്റ് ആക്കണ്ട. പലപ്പോഴും നമ്മൾ ദഅവയുടെ കാര്യത്തിൽ പരാതി പറയുന്നവരാണ്. അവര് നമ്മൾ അത് പറഞ്ഞാൽ കേൾക്കൂല, ഇത് പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെയൊക്കെ കേൾക്കൂല, അതിനെ കുറ്റപ്പെടുത്തും, ഇതിനെ കുറ്റപ്പെടുത്തും. ആ ഒരു വഴി സോഫ്റ്റ് ആക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണ് ചെലവഴിക്കുക എന്നുള്ളത്. വീണ്ടും വീണ്ടും ഞാൻ പറയണം, ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ വേഗം മനസ്സിൽ 1000, 10,000, ലക്ഷം കൊടുക്കുന്നത് ഓർക്കണ്ട. പല രീതിയിൽ നമുക്ക് ചെലവഴിക്കാം അല്ലെ, പലതും നമുക്ക് കൊടുക്കാം. നമ്മൾ അധ്വാനം വരെ നമുക്ക് കൊടുക്കാം അല്ലെ. ഒരാൾക്ക് നമ്മൾ പോയി എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിച്ചു കൊടുക്കുന്നത് എന്നാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന സ്വതക്കയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് കൊണ്ട് കൊടുക്കുന്നത് സ്വതക്കയാണ്, പുഞ്ചിരി സ്വതക്കയാണ്. അപ്പം ഏതൊക്കെ രീതിയിൽ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യാം, അള്ളാന്റെ മാർഗത്തില് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരു പ്രത്യേകിച്ച് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോൾ അപ്പൊ നമ്മൾ നമ്മളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാന്ന് വെച്ചാൽ ആവശ്യങ്ങൾ തന്നെയാണ്, ഓക്കെ, നമ്മൾ ചെലവഴിക്കണം. അപ്പം അതിന്റെ ഒരു അടുത്ത ലെവലിലേക്ക്, ഒരു ലക്ഷറി ലെവലിലേക്ക് ചെലവഴിക്കണം. ഓക്കെ, ഇത് ആവശ്യമില്ലെങ്കിലും അത്യാവശ്യം ഈ സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സാധനത്തിന് ചെലവഴിക്കുമ്പോൾ യെസ്, നമുക്ക് അതിന് താൽക്കാലികമായിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനം, ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു ലിമിറ്റഡ് ടൈം ആണ് അല്ലെ. അതേസമയം അത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എന്താണ്, അതിന് നമുക്ക് റിട്ടേൺസ് കിട്ടുകയാണ്. ഇവിടെ നമുക്ക് 5% കിട്ടുമ്പോൾ അവിടെ 20, 25, 50, 75% വരെ ലാഭം വന്നുകൊണ്ടിരിക്കുക നമുക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ. അപ്പൊ നമുക്ക് അള്ളാഹ് തന്നത് മുഴുവനും നമ്മളെ സൗകര്യങ്ങൾക്ക്, നമ്മളെ സുഖങ്ങൾക്ക്, നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതെല്ലാം അള്ളാഹിന്റെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒരുപാട് ലെവലുകളുണ്ട്. ആ ലെവലുകളൊക്കെ താണ്ടി 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 മേലേക്ക് പോവേണ്ട ആളുകളാണ് നമ്മൾ. എപ്പോഴും എന്ത് ദീനിന്റെ മാർഗത്തിൽ എന്ത് കാര്യം പഠിക്കുമ്പോഴും ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാതെ ഇതിനൊരു അടുത്ത ലെവലുണ്ട്, ആ അടുത്ത ലെവലിലേക്ക് ഞാൻ എത്തിയോ എന്ന് നോക്കുക. ആ അടുത്ത ലെവലിലേക്ക് സ്വയം പുഷ് ചെയ്യുക, കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പകരം എന്താ ചെയ്യുക, ഞാനിത് ചെയ്യുന്നുണ്ട്, ചുറ്റുപാടുള്ളവരൊന്നും ഇത് ചെയ്യുന്നില്ല, എന്നാ പിന്നെ ഓരെയൊക്കെ പോയി ഒന്ന് ഇടങ്ങേറാക്കട്ടെ, ഓരെയൊക്കെ ഒന്ന് പോയി ഒന്ന് ജഡ്ജ് ചെയ്യട്ടെ, കുറ്റം പറയട്ടെ. നമുക്ക് അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതിലായിരിക്കും അല്ലെ. ബട്ട് ഓരോന്ന് പോയി ഇതൊക്കെ പഠിപ്പിക്കട്ടെ, ഇങ്ങനത്തെ എന്ത് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരാം, ഓരെയൊക്കെ ഒന്ന് പോയി പഠിപ്പിക്കട്ടെ അല്ലെ, ആ തെറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് പോയി പഠിപ്പിച്ച് തീർത്തട്ടെ. അതിന് പകരം അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിവെത്തിച്ചു കൊടുക്കാനുള്ള വഴികൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്നുകൊണ്ടേയിരിക്കും. നമുക്കും മാറാൻ പറ്റും, മറ്റുള്ളവർക്കും മാറാൻ പറ്റും. ഓക്കെ, അപ്പൊ എപ്പോഴും എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും മനസ്സിലാക്കുക, ഇതിന് അടുത്തൊരു ലെവലുണ്ട്, അതിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഇന്ന് ഞാൻ അടുത്ത ലെവലിലേക്ക് എന്നെ പുഷ് ചെയ്യണം, അതിനടുത്തൊരു ലെവലുണ്ട്, അതിലേക്ക് പുഷ് ചെയ്യണം. അങ്ങനെ ഹയസ്റ്റ് ലെവൽ എവിടെയുണ്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെക്കുക. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കഴിവിന്റെ പരമാവധി ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സദഖയുടെ ഒരുപാട് ആയത്തുകളിലൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ കടന്നുപോയി. അത്യാവശ്യത്തിന് നല്ലപോലെ ലെസൺസും റിഫ്ലക്ഷൻസും നമുക്ക് കിട്ടി അല്ലെ. ഇനി നമ്മളുടെ മേലാണ് ഉത്തരവാദിത്വം, മാറേണ്ട ഉത്തരവാദിത്വം. ദുആ ചെയ്യുക എപ്പോഴും, ഓരോ ദിവസവും നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ട് ശ്രമിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും തൃപ്തിയുള്ള
അടിമകൾ, അവന് ഏറ്റവും തൃപ്തികരമായി ചെലവഴിക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചെലവഴിക്കുന്നത് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ, അതിന് പറഞ്ഞിട്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, മഞ്ഞ് അതറിയ, അതൊന്നും വരാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ മല പോലെ കുന്നുകൂടിയ പ്രതിഫലങ്ങളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കാത്തു വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. 275 ആയത്ത് ജസ്റ്റ് തുടങ്ങി വെക്കാം ഇൻഷാ അല്ലാഹ്. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. ും 275 പലിശ മുതൽ തിന്നുന്നവർ, ബാധ അഥവാ ഭ്രാന്ത് നിമിത്തം പിശാച് മറിച്ചു വീഴ്ത്തുന്നവർ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുന്നതല്ല. അത് സംഭവിക്കുന്നത് നിശ്ചയമായും കച്ചവടം, ക്രയവിക്രയം പലിശ പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞത് കൊണ്ടത്രേ. കച്ചവടം അല്ലെങ്കിൽ ക്രയവിക്രയം അള്ളാഹു അനുവദനീയമാക്കുകയും പലിശ അവൻ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഏതൊരുവന് തന്റെ റബ്ബിൽ നിന്നുള്ള സതുപദേശം വന്നിട്ട് അവൻ അതിൽ നിന്ന് വിരമിച്ചുവോ, എന്നാൽ അവന് മുൻകഴിഞ്ഞത് ഉണ്ടായിരിക്കും, അത് അവന് എടുക്കാം. അവന്റെ കാര്യം അള്ളാഹുവിലേക്കുമാകുന്നു, അവൻ തീരുമാനം എടുത്തുകൊള്ളും. യാതൊരുവൻ വീണ്ടും ആവർത്തിച്ചുവോ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, അവർ അതിൽ നിത്യവാസികളായിരിക്കും. വാക്കർത്ഥം നോക്കാം. അല്ലദീന യാതൊരുത്തർ, യഅ്കുലൂന അവർ തിന്നുന്നു, അർറിബ പലിശയെ, റോ ബ വാവ്, ലാ യഖൂമൂന അവർ എഴുന്നേൽക്കുന്നതല്ല, ഇല്ല അല്ലാതെ, കമാ യഖൂമു എഴുന്നേൽക്കുന്നത് പോലെ, അല്ലദീ യാതൊരുത്തൻ, യതഖബ്ബതുഹു അവനെ തള്ളിയിടുന്നു, ഖ ബ തോ, അശ്ശൈത്വാനു പിശാച്, മിനൽ മസ്സി സ്പർശനം മൂലം, മീൻ സീൻ സീൻ, ദാലിക അത്, ബി അന്നഹും അവർ പറഞ്ഞതുകൊണ്ട്, ബി അന്നഹും ഖാലു അവർ പറഞ്ഞതുകൊണ്ട്, ഇന്നമാ നിശ്ചയമായും, അൽ ബൈഉ കച്ചവടം, ബയഅൻ മിസ്ലു പോലെ, അർറിബ പലിശ, വ അഹല്ല അനുവദനീയമാക്കിയിരിക്കുന്നു, അല്ലാഹു അൽ ബൈഅ കച്ചവടത്തെ, വഹറമ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു, ഹറാമീം അർറിബ പലിശയെ, ഫമൻ എന്നാൽ ആരോ, ജാഅഹു അവന് വന്നെത്തി, മൗഇദത്തുൻ ഉപദേശം, വാവ് ഐൻ ദോ, മിർ റബ്ബിഹി അവന്റെ റബ്ബിൽ നിന്ന്, ഫൻതഹ എന്നിട്ട് അവൻ വിരമിച്ചു, നൂൻ ഹയ, ഫലഹു അപ്പോൾ അവനുണ്ട്, മാ യാതൊന്ന്, സലഫ അത് കഴിഞ്ഞു പോയി, സീൻ ലാം ഫ, വ അംറുഹു അവന്റെ കാര്യം, ഹംസ മീം റ, ഇലല്ലാഹ് അല്ലാഹുവിങ്കൽ, വമൻ ആദ മടങ്ങിയോ, ഐൻ വാവ് ഫഉലൈക എന്നാൽ അക്കൂട്ടർ, അസ്ഹാബ് ആൾക്കാർ, അന്നാർ നരകത്തിന്റെ, ഹും അവർ, ഫീഹ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്. ഖാലിദൂന്റെ റൂട്ട് ഖ ലാം ദാൽ മാറിപ്പോയതാണ് ഇവിടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ തഫ്സീർ നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് ഇപ്പൊ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك
أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.